ഒരൊറ്റ മിനിറ്റ് ഇതിനെ നിങ്ങൾ കാണാൻ പോകരുത്. കാരണം എന്റെ അമ്മയും കൂടെ മരിക്കാവുള്ളൂ. കാരണം നിങ്ങളെല്ലാരും കൂടെയാണ് കൊന്നത്. എന്റെ അച്ഛനെ നിങ്ങളെല്ലാരും കൊന്നത്. ഇത് നടക്കാനും പറ്റൂലെന്ന് നമ്പർ 1 ആയിട്ടുള്ള കേരളമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന നാട്ടിൽ ഇന്നലെ ഒരു അച്ഛനും അമ്മയും സ്വന്തം മകൻ്റെ മുമ്പിൽ നിന്നിട്ട് കത്തിയെരിഞ്ഞിട്ട് സ്വന്തം അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതും അമ്മ മരണത്തോട് മല്ലടിക്കുന്നതും കണ്ടിട്ടുള്ള പ്രബുദ്ധമായിട്ടുള്ള നമ്മൾ ഓരോ ആളുകളുമുള്ള കേരളത്തിൽ നമ്മൾ ഓരോ ആളുകളും ലജ്ജിക്കണമെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ വിഷയങ്ങൾക്കും ബത്തക്ക സമരമടക്കമുള്ള ഹനാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മീൻ കച്ചവടം നടത്തിയപ്പോൾ അതിൻ്റെ മുമ്പിൽ കൊടികുത്തിയിട്ട് കണ്ണീരൊഴുക്കിയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിലും കവിത എഴുതാനായിട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കൂട്ടരുണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരാൾ പോലും അതുമായി സംബന്ധിച്ച ഒരു കാര്യവും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അവരുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ സർക്കാരിൻ്റെ മുഖച്ഛായ അത് മായും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഈ മൗനം പാലിക്കുന്നത്. നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ക്യാമ്പസുകളുടെ അകത്തളത്തിൽ കുളു 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 SFI തക 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 SFI എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ഓരോരോ കോപ്രായങ്ങൾ കാട്ടുന്ന നിങ്ങൾ ഇത് കണ്ടില്ലേ? ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ടുള്ള ഒരുപാട് ഭരണകൂടത്തെ നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളപ്പിറവിക്ക് ശേഷം ഇന്ന് വരെ ചരിത്രത്തിലാദ്യമായിട്ട് സ്വന്തം മക്കളുടെ മുമ്പിൽ രക്ഷിതാക്കൾ പച്ചയോടെ ജീവനോടെ നിന്ന് കത്തിയിട്ട് മരിച്ചു തീരുന്നത് സ്വന്തം മക്കൾ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ട് അതേ അച്ഛന് വേണ്ടിയിട്ട് കുഴിവെട്ടുന്ന ഈ മകൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ അധപ്പതിച്ചിട്ടുള്ള ഒരു ഭരണം ഈ നാട് കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ക്രൂരരായിട്ടുള്ള ഏകാധിപതികളായിട്ടുള്ള ഹിറ്റ്ലറിന് സമാനമായിട്ടുള്ള കൂട്ടൊരു ഭരണകൂടത്തിൻ്റെ അകത്തളത്തിലേക്ക് തലവയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇക്കോലത്തിലുള്ള നാടിനെ നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളത് ഓരോ ആളുകളുടെ അടുത്തും ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മാഭിമാനം എന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടില്ലേ സഖാക്കളെ എന്നുള്ളത് നിങ്ങളോട് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രകടനങ്ങൾ നടത്തിയിരുന്ന ഒരൊറ്റ സഖാവിൻ്റെ പോസ്റ്റ് പോലും ഈ ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ആ ഒരു മരണപ്പെട്ട ആളുടെയോ സംബന്ധിച്ചിട്ട് ഒരു കാര്യവും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളത് ചെയ്യാത്തതും നിങ്ങളതിനിങ്ങനെ മൗനിയായിരിക്കുന്നതിൻ്റെ കാരണം എന്താ അറിയോ? നിങ്ങളുടെ ഉള്ളിലുള്ള അടിമത്തമാണ്. ഏതടിമത്തം? നിങ്ങളുടെ തന്നെ ചെഗുവേര പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഫ്ലക്സ് ബോർഡിൽ അടിച്ച് എഴുതി വെക്കുന്ന കാര്യമുണ്ട്. പറയാൻ മടിക്കുന്ന നാവും ഉയരാൻ മടിക്കുന്ന കൈയും അടിമത്തത്തിൻ്റെതാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ പറയാൻ മടിക്കുന്നതും നിങ്ങൾ ഉയർത്താൻ മടിക്കുന്നതും നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ എടുക്കുന്ന നിലപാടിലും നിങ്ങളുടെ ഭരണകൂടത്തിൻ്റെ പോരായ്മകളിലുമാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ആളുകളും ബോധ്യപ്പെടണം. നിങ്ങളുടെ ഭരണകൂടത്തിന് ഏതെങ്കിലും ഒരു പോരായ്മ ഉണ്ടായി കഴിഞ്ഞാൽ ആണുങ്ങളെപ്പോലെ നിങ്ങളുടെ ആദർശം നിങ്ങൾ പറയുന്നത് ചങ്കുറപ്പുണ്ടോ നെഞ്ചുറപ്പുണ്ടോ നേരിൻ്റെ പക്ഷത്ത് നിൽക്കാൻ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫ്ലക്സിൽ വെക്കുമ്പോൾ ആ ചങ്കുറപ്പും നെഞ്ചുറപ്പും നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആണുങ്ങളെപ്പോലെ പ്രതികരിക്കാൻ പഠിക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി തികച്ചും അപലപനീയമെന്ന്